ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് ചീവി എല്ലാം സെറ്റാക്കി. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ നല്ല രീതിക്ക് കാക്കയും പക്ഷികളൊക്കെ ഇതാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പല്ലേക്കാനാട്ടോ പോയത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു 4 മാസമൊക്കെ ആയിട്ട് പയറുപൊടി ഇട്ടാണ് കേട്ടോ മുഖം എപ്പോഴും 2 നേരം വാഷ് ചെയ്യാറ്. എന്തോ അതാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാനതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ മീൻ മേടിച്ചിട്ട് വന്നു കേട്ടോ. മീനൊക്കെ മേടിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ഉപ്പുമാവാണ് കേട്ടോ. ഗോതമ്പല്ല, നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനും ഒക്കെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ അതൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് പാലൊക്കെ അടുപ്പത്ത് വെച്ചു, ബ്രൂ കോഫിയൊക്കെ അങ്ങനെ സെറ്റാക്കി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ, നമ്മുടെ ഉപ്പുമാവിലിടാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല കേട്ടോ, ഓരോ ദിവസം ഓരോന്നൊക്കെ ആയിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അവർ മാങ്ങ തരും. അപ്പോൾ അങ്ങനെ നല്ല പഴുത്ത മാങ്ങ കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് ഇവിടെ സെറ്റായി. അമ്മ അതിലേക്ക് നമ്മുടെ തേങ്ങയൊക്കെ ചിരകി ഇതൊക്കെ ഇട്ടു. അതൊക്കെ നമ്മളെല്ലാം സെറ്റാക്കി. അങ്ങനെ ഉപ്പുമാവെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പാത്രമൊക്കെ എല്ലാം കഴുകി സെറ്റാക്കി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഉച്ചത്തേക്ക് നമുക്ക് അപ്പോൾ ഇന്ന് കപ്പയാണ് കേട്ടോ. അപ്പം കപ്പയ്ക്ക് വേണ്ടിയിട്ട് അമ്മ എല്ലാം ഇതാക്കുകയാണ്. കപ്പയുടെ തോടൊക്കെ എല്ലാം കളഞ്ഞ് അത് കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നമുക്ക് മീൻകറി ഉണ്ട്. ഞാൻ പറഞ്ഞ അമ്മ മീൻ മേടിച്ചായിരുന്നെന്ന്. അപ്പം കപ്പയും മീൻകറിയും നല്ല മീൻ വറുത്തുമാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്കുള്ളത്. അപ്പം മീൻകറിയുടെ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ കുറച്ച് എല്ലാത്തിൻ്റെയും വീഡിയോ ക്ലിപ്സ് ഇതിൽ ആഡാക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു വെക്കാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ജ്യൂസ് അടിക്കാൻ വേണ്ടി ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ്, നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതെല്ലാം ജാറിലേക്ക് എല്ലാം നോക്കി ഒക്കെ സെറ്റാക്കി ഇടുവാണ്. അങ്ങനെ എല്ലാം
ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ നോക്കി ഇരുന്നു. ഇത്ര നേരം പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോണൊക്കെ നോക്കി ഉച്ചയായപ്പോഴേക്കും നമ്മുടെ കപ്പ പുഴുക്കും അതുപോലെ തന്നെ മീൻകറിയും മീനത്തൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ട് ഞങ്ങൾ ചക്കയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. ഞാനല്ല, അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചുമ്മാ വീഡിയോക്കെ എടുക്കണമെന്നുള്ളൂ. അപ്പം ചക്കയടയിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് എല്ലാം ഇതൊക്കെ ആക്കി നമ്മൾ ചക്കയട വെച്ചു. അങ്ങനെ ഒരു 7-10 ഇലയുടെ ചക്കയുടെ അല്ല ചക്കയുടെ ഒക്കെ ഉണ്ടാക്കി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പിക്കുട്ടൻ നമ്മുടെ വീട്ടിൽ. ഇവനെ ഇച്ചിരി നേരം കളിപ്പിച്ചൊക്കെ ഞാനല്ല കേട്ടോ, അമ്മയാണ് കളിപ്പിച്ചിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അത്യാവശ്യം കരയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മിറ്റം അടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോയി. പിന്നെ അതിന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ഒരു വെട്ടിക്ക് കഴിച്ചു കേട്ടോ. എനിക്ക് വെട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെട്ടിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചക്കയുടെയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിളക്കൊക്കെ കൊളുത്തി എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും പിന്നെയും കപ്പയും മീൻകറിയും വറുത്തൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ